വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ജെബി മേത്തർ കഴിഞ്ഞ 6 മാസമായി കേരളം മുഴുവനുമുള്ള എല്ലാ മണ്ഡലങ്ങളിലുമുള്ള പര്യടനത്തിലാണ്. മഹിളാ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഓരോ പഞ്ചായത്തിലെയും വനിതകളെ നേരിട്ട് കാണാൻ വേണ്ടി ഓരോ പഞ്ചായത്തിൽ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 6 മാസമായി അവർ അങ്ങനെ യാത്രയിലാണ്. പാർലമെന്റ് സമ്മേളനം ഉള്ളപ്പോൾ മാത്രമാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഇന്നലെ എന്നോട് പറഞ്ഞു, അതേ ചേട്ടന്റെ സമരത്തിന് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വരും. ഇന്ന് ട്രിവാൻഡ്രത്ത് വന്ന് താമസിച്ച് ഇവിടെ പങ്കെടുത്തിട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളെ അഭിവാദ്യം ചെയ്ത് ശ്രീമതി ജെബി മേത്തർ സംസാരിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ്, ഞാൻ പറയാൻ വലിയ കാര്യം പറയാൻ വിട്ടുപോയി. അംഗനവാടി ജീവനക്കാരുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് രാജ്യസഭയിൽ നമുക്ക് വേണ്ടി ശ്രീമതി ജെബി മേത്തറാണ് പ്രസംഗിച്ചത് 2 പ്രാവശ്യം. പക്ഷെ ആ പ്രസംഗിച്ചത് മുഴുവൻ നമ്മുടെ ഗ്രൂപ്പിലും ഞാൻ എന്റെ ഫേസ്ബുക്കിൽ വിട്ടു. അതുപോലെ പാർലമെന്റ് അംഗങ്ങളായ ശ്രീ അടൂർ പ്രകാശ്, കഴിഞ്ഞ ദിവസം ശ്രീ വി കെ ശ്രീകണ്ഠൻ, കേരള നിയമസഭയിൽ നിരവധി നേതാക്കന്മാർ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട അംഗൻവാടി ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അജയ് തറയിൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഈ സമരവീര്യത്തിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നേതൃത്വം കൊടുക്കുന്ന ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, വഴക്കില്ലടി നാം തെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന പ്രഖ്യാപനവുമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടാൻ ധൈര്യം കാണിച്ച, അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തീരുമാനിച്ച, അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു പരിധിവരെ പ്രിയപ്പെട്ട ശ്രീ അജയ് തറയിലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്, നിങ്ങളുടെ സമരത്തിന് അനുഭാവപൂർണമായ സമീപനം ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സംശയവും വേണ്ട. ഇവിടെ ഈ മഴയത്തും വെയിലത്തും മഞ്ഞത്തും നിങ്ങൾ ഈ സമരവീര്യ പോരാട്ടത്തിനുള്ള ആർജവം കാണിച്ചത് കൊണ്ടാണ്. അതിനുള്ള ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട മുഴുവൻ അംഗൻവാടി സഹോദരിമാർക്കും ആദ്യം തന്നെ നേരുകയാണ്. ഈ സർക്കാർ കണ്ണടച്ച് എത്ര കാലം ഈ സമരത്തിനെതിരെ പുച്ഛിക്കും എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി എന്നുള്ളതാണ്. ഈ അനുഭാവപൂർണമായ ഒരു സമീപനം സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാവുന്നു. ഇത്രയും നാൾ ഇവിടെ എവിടെയായിരുന്നു നിങ്ങൾ? എത്ര കാലമായിട്ടാണ് ഈ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്? 2016 ഓണറേറിയം കൂട്ടിയതിനു ശേഷം ഈ ബഡ്ജറ്റിൽ കൂട്ടി എന്ന് പറഞ്ഞതല്ലാതെ നിങ്ങൾക്കുള്ള കുടിശ്ശിക തരാൻ ഈ സർക്കാർ തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ സമരം തന്നെയാണ് അതിന് മഹിളാ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, നിശബ്ദത ഒരിക്കലും ഒരു സഹായമാകില്ല. നമ്മൾ ശബ്ദിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കേരളത്തിന് ഇന്നൊരു പാഠമായിരിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം ഈ മനസ്സ് കല്ല് പോലെ ആയിരിക്കുന്ന സർക്കാരിന് പോലും ഇളക്കമുണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയ അംഗീകാരം തന്നെയായി കണക്കാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആശാവർക്കർമാർ തൊട്ടപ്പുറത്ത് സമരത്തിലാണ്. നമ്മൾ അവരോടും പൂർണ്ണമായും അവരോടൊപ്പമാണ്. കേരളത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ജനങ്ങളും ഈ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ആശാ വർക്കർമാരുടെയും സമരത്തോടൊപ്പമാണ്. അവർ വീടുകളിലായിരിക്കും ഇരിക്കുന്നത്. കേരളത്തിലെ അമ്മമാർ വീടുകളിലായിരിക്കും ഇരിക്കുന്നത്. സഹോദരികൾ, സ്ത്രീകൾ അവർ വീടുകളിലായിരിക്കും ഇരിക്കുന്നതെങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെയും ആശാ വർക്കർമാരുടെയും സമരത്തോടൊപ്പമാണ്. കാരണം അമ്മമാരെ പോലെയാണ് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും അവരുടെ പൊന്നു മക്കളെ നോക്കുന്നത് എന്ന് ആ അമ്മമാർക്കറിയാം.
അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ത്രീജനങ്ങൾക്കും കുടുംബങ്ങൾക്കും അറിയാം എത്രത്തോളമാണ് നിങ്ങൾ അവരെ പൊന്നുപോലെ നോക്കുന്നത്. കയ്യിൽ നിന്ന് പണമെടുത്ത് ഞാൻ രാജ്യസഭയിൽ പറഞ്ഞു, അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അവരുടെ കയ്യിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണ് ഈ അംഗൻവാടിയിലെ കുട്ടികൾക്കുള്ള ഭക്ഷണം പോലും പലപ്പോഴും കൊടുക്കുന്നത്. അതിന്റെ റീഇംബേഴ്സ്മെന്റിന് വേണ്ടി പോലും എത്ര നിങ്ങൾക്ക് നടക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതായാലും ഈ ഒരു സ്ത്രീ ശക്തി വലിയൊരു ആവേശമാണ്. ഇനിയും നിങ്ങളുടെ അവകാശങ്ങൾ വളരെ വ്യക്തമായി തന്നെ സർക്കാരിനോട് വിരൽ ചൂണ്ടി പറയുകയാണ്. നിങ്ങൾ പറയുകയാണ്, നിങ്ങളോടൊപ്പം ഞങ്ങളും പറയുകയാണ്. ഔദാര്യമല്ല, അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്, അവകാശമാണ് നമ്മൾ നേടിയെടുക്കുന്നത്. ഈ സമരത്തിന് മഹിളാ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രീ അജയ് തറയിൽ, അജയ് ചേട്ടാതെ വിളിച്ചിട്ടുള്ളൂ, ഒരുപാട് ഹൃദയാഭിവാദ്യങ്ങൾ. മുഴുവൻ സഹോദരിമാർക്കും മഹിളാ കോൺഗ്രസിന്റെ സഹോദരിമാർ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടാണ്. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഒരു വാർണിംഗ് കൂടി സർക്കാരിന് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പറഞ്ഞ് പറ്റിക്കാനാണ് ശ്രമമെങ്കിൽ ഈ ചർച്ച, ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും, വലിയ വില നൽകേണ്ടി വരും. പറയുന്നത് കേരളത്തിലെ അംഗൻവാടി ടീച്ചർ ഹെൽപ്പർമാരും വർക്കർമാരുമാണ്. അവരോടൊപ്പം പറയുന്നത് മഹിളാ കോൺഗ്രസ് ആണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് അംഗൻവാടി ഫെഡറേഷൻ. താങ്ക് യു, താങ്ക് യു ജെബി മേത്തർ. നമ്മൾ നിവേദനം കൊടുത്തപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ജെബി ചേട്ടൻ എന്താ പറയണ്ടേ, അത് ഞാൻ അഴിച്ചു കൊടുത്തു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.